ഉത്തമമായ സ്ഥലത്ത്. നമ്മുടെ മക്കൾ എവിടെയാ എത്തേണ്ടത്? നമ്മുടെ മക്കൾ എവിടെയാ എത്തേണ്ടത്? ഏതെങ്കിലും സ്ഥലത്തല്ല മാതാപിതാക്കളെ നമ്മുടെ മക്കൾ എത്തേണ്ടത്. എന്തുകൊണ്ടാ ഉത്തമമായ സ്ഥലത്ത് എത്തേണ്ടത്? നമ്മുടെ മാതാപിതാക്കൾക്കറിയാം നമ്മൾക്കൊരു ഷൂസിനേക്കാൾ വലുതാണ് അന്നത്തെ അരി വാങ്ങുന്നത്. നമ്മുടെ മാതാപിതാക്കളിൽ പലരും കഷ്ടപ്പെട്ടാണ് വളർത്തി വലുതാക്കുന്നത് കുഞ്ഞുങ്ങളെ. പക്ഷെ അവർക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾ നിൽക്കുന്നതിനേക്കാൾ ഉത്തമമായ സ്ഥലത്ത് ഞങ്ങളുടെ മക്കൾ നിൽക്കണം. ഞങ്ങളുടെ മക്കൾ എവിടെ നിൽക്കണം? ഞങ്ങൾ ഇട്ട വസ്ത്രത്തെക്കാൾ നല്ല വസ്ത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ധരിക്കണം. ഞങ്ങൾ ഇട്ട ഡ്രസ്സിനേക്കാൾ നല്ല ഡ്രസ്സ് ഞങ്ങളുടെ മക്കൾ ഇടണം. ഞങ്ങളിട്ട നല്ല ചെരുപ്പിനേക്കാൾ. ചെരുപ്പിടുമ്പോ ലൂണാറും പാരകണൊക്കെ ഇട്ട് തേഞ്ഞ് അതിങ്ങനെ ബ്ലേഡ് പരുവമാകും. ബ്ലേഡിന് അതിനേക്കാൾ കനമുണ്ടാകും. നിലത്തിടുമ്പോ കാലും നിലവും തമ്മിൽ അറിയും. ഇടയ്ക്ക് ഓട്ടകൾ വരാൻ തുടങ്ങും. പക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറവുകളില്ല. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും കുറവുകളില്ല. ഇന്ന് എന്റെ രാവിലെ ഞാൻ മോൻ ചോദിച്ചു, പപ്പ എപ്പോഴും അടുത്ത ഷൂ വാങ്ങി തരുന്നത്? 3 ഷൂ 4 ഷൂ കിടക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറവുകളില്ല. എന്നാൽ കർത്താവ് പറയുക, ദൈവത്തെ നമ്മൾ മാനിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, മൊർദെഖായേ നിന്റെ കഴിവ് കൊണ്ടല്ല, അപ്പന്റെ മിടുക്കല്ല, അമ്മയുടെ മിടുക്കല്ല, കുലപാരമ്പര്യമല്ല. മുകളിൽ ഒരു ദൈവം, കൂടെ ഒരു ദൈവം, വഴി തുറക്കുന്ന ദൈവം, തടസ്സങ്ങളെ നീക്കുന്ന ദൈവമുള്ളത് കൊണ്ട് മൊർദെഖായി വളർത്തിയത് വെറുതെ ആയില്ല. 2:15 നമ്മൾ വായിക്കുന്നു, എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. ചില കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോ അവരുടെ മുഖത്തൊരു ചിരി പോലും ഉണ്ടാകത്തില്ല. എന്നാൽ ചിലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രസന്നത ഉണ്ടാകും, അല്ലേ? ചില ആൾക്കാരെ ഒന്ന് നോക്കുമ്പോ എവിടെ നിന്ന് വന്നടാ, ഇന്ന് ആരോ ആയിട്ട് അടികൂടിയിട്ടാ. ചില ആളുകൾക്ക് പറ്റുന്നില്ല ഒരു പ്ലസന്റ് ആയിട്ടിരിക്കാൻ പലർക്കും പറ്റുന്നില്ല. ദുഃഖങ്ങളില്ലാത്തതുകൊണ്ടല്ല, വിഷമങ്ങളില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ മുഖത്ത് ഒരു പ്ലസന്റായ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് ഉണ്ടാവണം. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം കണ്ടു, എസ്തേറിനെ കണ്ട മാത്രയിൽ എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി.